ഈ ജൈവ മാലിന്യങ്ങൾ മൊത്തം പൊടിഞ്ഞു പോകും. പക്ഷേ ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഹരിതകർമ്മസേനയുടെ അതിൽ വോളണ്ടിയേഴ്സും മറ്റു കാര്യങ്ങളുണ്ട്. ഈ കടക്കാരാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇനാക്കുലൻ്റെ പുറത്തിട്ടാൽ തന്നെ ഈ ജൈവ മാലിന്യ സ്മെല്ല് വിടത്തേ ഉള്ളൂ, പക്ഷേ പ്ലാസ്റ്റിക് അതുപോലെ കിടക്കുകയുള്ളൂ. ഒന്നുകൂടെ അതിൽ ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുകൂടെ ഒരു നിർദ്ദേശം അവർക്ക് നൽകുകയും അവരുടെ ഉണ്ടാകുന്ന കടകളിലുണ്ടാകുന്ന വേസ്റ്റ് അവർ തന്നെ അതിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റും. നമസ്കാരം. തീർത്ഥാടന നഗരിയിൽ കണ്ട വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ആ സ്റ്റാളുകളിലുള്ള ജൈവകര മാലിന്യങ്ങളെല്ലാം കൊണ്ട് ഇടുന്നതെല്ലാം ഇതിൻ്റെ പിറകിലാണ്. തൊട്ട് ബാക്ക് സൈഡിലാണ് നമ്മുടെ ഈ തീർത്ഥാടന ഹാളുള്ളത്. ഇത് നല്ല സ്മെല്ലുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ. എന്തായാലും ഇപ്പോൾ മുനിസിപ്പാലിറ്റി ജീവനക്കാർ വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽ എങ്ങനെ പെട്ടത്? ഇതിപ്പോൾ അതിൽ ഇവിടെ വരികയും അത് ഈ വേസ്റ്റ് കിടന്നിട്ട് അതിൽ സ്മെല്ലെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും അതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടെമ്പററി സ്റ്റാളുകാർ ബജിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റാണ് കൊണ്ട് തട്ടുന്നത്. അപ്പം അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അവരുടെ കടകളിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ അവർ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണം, ഇവിടെ തട്ടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കൊടുത്തിരുന്നത്. ആ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് രാത്രി അല്ലെങ്കിൽ ആരും അറിയാതെ കൊണ്ടാണ് ഈ തട്ടുന്നത്. ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ഈ പ്രോഗ്രാമിന് ഒരുപാട് അതിൽ കുഴപ്പമുണ്ടാവുകയും ഇവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായിട്ട് അതിൽ അവർക്ക് നിർദ്ദേശം അതിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ അതിൽ ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുകൂടെ ഒരു നിർദ്ദേശം അവർക്ക് നൽകുകയും അവരുടെ ഉണ്ടാകുന്ന കടകളിലുണ്ടാകുന്ന വേസ്റ്റ് അവർ തന്നെ അതിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിനകത്ത് ഈ ജൈവ മാലിന്യം മാത്രമല്ല, പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഹരിതസേനക്കാർ ഇത് അതാത് സ്റ്റാളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകേണ്ടതാണ്, അവർ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അത് വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ടീമിൽ വന്ന ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആരോഗ്യ വകുപ്പിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മെഡിക്കൽ ടീമിനോട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ സ്മെല്ല് കാരണം. അപ്പോൾ ഇതിൻ്റെ ചാർജ് മുനിസിപ്പൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിനാണ്. അവരിതൊന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്ത് ഹരിതസേനയ്ക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതിനാൽ പ്ലാസ്റ്റിക് നിറച്ചാണ് ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത്. അപ്പോൾ ഇനാക്കുലൻ്റെ പുറത്തിട്ടാൽ തന്നെ ഈ ജൈവ മാലിന്യ സ്മെല്ല് വിടത്തേ ഉള്ളൂ, പക്ഷേ പ്ലാസ്റ്റിക് അതുപോലെ കിടക്കുകയുള്ളൂ. അത് പെർമനൻ്റായിട്ട് സൊല്യൂഷൻ കാണുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഈ തീർത്ഥാടന കാലത്ത്. ഇത് വളരെ എന്താ പറയുക സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം വളരെ പവിത്രമായൊരു തീർത്ഥാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സമ്മേളന ഹാളിൻ്റെ തൊട്ട് പിറകിലാണ് ഈ സംഭവം എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. കാരണം ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആരോഗ്യ വിഭാഗത്തും എന്നോട് ചേർന്ന് കാണുന്ന ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ആരോഗ്യ മിഷൻ്റെ അതുപോലെ തന്നെ മറ്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയൊക്കെ സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ നടക്കുകയാണ്. അതിൻ്റെ തൊട്ട് പിറകിലാണ് ഈ കാണുന്ന മാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സ്മെല്ലുണ്ട്, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ തന്നെ മുൻകൈ എടുത്തിപ്പോൾ ആ ഒരു കെമിക്കലുണ്ട്, കെമിക്കലല്ല ചേട്ടൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? ഇനാക്കുൽ എന്ന രാസവസ്തു കൊണ്ടിടുകയും രാസവസ്തു എന്ന് പറയാൻ പറ്റുമല്ലേ? ജൈവ മാലിന്യത്തെ പൊടിച്ച് കളയുന്ന ഒരു സാധനമാണ് ഇനാക്കുലോ എന്ന് പറയുന്നത്. അതൊരു ബാക്ടീരിയയാണ്. അപ്പോൾ അത് ഇട്ടേക്കുവാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ ജൈവ മാലിന്യങ്ങൾ മൊത്തം പൊടിഞ്ഞു പോകും. പക്ഷേ ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഹരിതകർമ്മസേനയുടെ അതിൽ വോളണ്ടിയേഴ്സും മറ്റു കാര്യങ്ങളുണ്ട്. ഈ കടക്കാരാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വരുന്നത്. ഇവർ ഈ ജൈവ മാലിന്യത്തെയും പ്ലാസ്റ്റിക്കിനെയും ഒന്നിച്ചാക്കി കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് തട്ടുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് തന്നെ അതിൽ സ്റ്റാളിൽ വെച്ച് തന്നെ ഈ പ്ലാസ്റ്റിക്കിനെ തിരിക്കുകയും അത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് അങ്ങ് പോവുകയും ചെയ്യും. ഈ ജൈവ മാലിന്യം നമുക്ക് അവർക്ക് തന്നെ നല്ല നിർമ്മാണം ചെയ്ത് പോകാനും പറ്റും. അപ്പം ആ ഒരു സംവിധാനം നമുക്കിവിടെ അതിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാലിന്യം ഇല്ലാതെ ഒരു സ്മെല്ലും ഇല്ലാതെ നമുക്ക് ഈ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും അതിൽ സക്സസ് ആക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു ചേരുന്ന ഒരു സ്ഥലം കൂടി, വളരെ പവിത്രമായ സ്ഥലം കൂടിയാണ് ഈ ശിവരി തീർത്ഥാടന കേന്ദ്രം. അവിടെയാണ് ഈ പറയുന്ന ചെറിയ ലാഭത്തിന് വേണ്ടി ഇവരിങ്ങനെ മാലിന്യം നിക്ഷേപിച്ച് ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇരിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ നിവർത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ശ്രദ്ധിക്കണം. സ്റ്റാൾ നടത്തുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ട് നിക്ഷേപിക്കരുത്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുത്. ഒരുപാട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സ്ഥലമാണ്. ശ്രദ്ധിക്കേണ്ട സ്റ്റാളുകളുടെ ഉത്തരവാദിത്തമാണ്. വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.